അസ്സലാമു അലൈക്കും. റാഫി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില ചക്കക്കുരുവും കൂടി ഇട്ട തോരനാണ്. അതിൽ സവാളയും കൂടി ചേരും. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ ചക്കക്കുരു ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് വേവാൻ വേണ്ടിയിട്ടുള്ള അര വേവ് മതി. സ്റ്റവ് കത്തിച്ച് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് ഒരല്പം ഉപ്പും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വേവിക്കാം. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് മുരിങ്ങയില ഒഴിച്ചു കൂട്ടാൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഒരല്പം എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് മതി. കടുകിടാം. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അത് പൊട്ടിയതിന് ശേഷം പക്ഷേ വറ്റൽ മുളകും കൂടി ചേർക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ വറ്റൽ മുളകും കൂടി ചേർക്കണം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ മുരിങ്ങയില ഒഴിച്ചു കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരല്പം ജീരകം, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളകിൻ്റെ പകുതി മതി, എരിവ് കൂടുതലായിരിക്കും, കൊച്ചുള്ളി, ഒരു പിടി തേങ്ങ ചിരകിയത്, പുളി എന്ന് പറയുന്നത് ഒരു അല്പം എടുക്കാവും. ഇത്രയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പം ഉള്ളി മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരച്ചെടുത്ത അരപ്പം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഇത് ഇത്രയും ലൂസ് തന്നെ വേണം. കാരണം ചട്ടിയിലും കൂടി ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ടി പിടിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മുരിങ്ങയില അവരുടെ ഉള്ളിൽ പോവുകയും ചെയ്യും. ഇത് തിളയ്ക്കാൻ പാടില്ല. ഇതിൻ്റെ അരിക് ഒന്ന് പതഞ്ഞ് വരുമ്പം തന്നെ നമ്മളിത് നിർത്തണം. അതാണ് പാകം. അരിക് കണ്ട പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. നമ്മൾ മുരിങ്ങയില ചക്കക്കുരു സവാളയും കൂടി ഇട്ട തോരനാണ്. ചക്കക്കുരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയും കൂടി ഇടാം. സവാള ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാള എടുത്താൽ മതി. സവാളയും ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി ഇതിലും നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഒരല്പം കഴിയുമ്പോൾ ഈ മുരിങ്ങയില അങ്ങ് താന്ന് ഇരിക്കും. നമുക്കിതിനെ പതുക്കെ ഒന്ന് കളയാതെ ഒന്ന് ഇളക്കാം. അടിയിലുള്ളത് വീതം വരട്ടെ. ഇതിൽ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യം തോന്നണില്ല. നമ്മളൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പം നമ്മൾ ഈ തോരത്തിന് ആവശ്യമായ സാധനം: ഒരു പിടി തേങ്ങ ചിരകിയത്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഇതിൽ കറിവേപ്പില വേണ്ട. കാരണം നമ്മൾ മുരിങ്ങയില ഉപയോഗിക്കുമ്പോൾ കറിവേപ്പില ഉപയോഗിക്കാറില്ല. ഇതൊന്ന് നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് വരാം. ഒരുപാട് അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ അരപ്പ് നമ്മൾ അരച്ച് വെച്ചത് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അരപ്പ് ഇട്ടിട്ട്
ഇതിങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെക്കണം. കാരണം ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് ആണ്. മാത്രമല്ല അതിൻ്റെ ഒരു പച്ച ചുവ മാറി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് 2-3 മിനിറ്റ് മതി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മുരിങ്ങയില തോരൻ സൂപ്പറായിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ നല്ല ടേസ്റ്റ്. കാരണം മുരിങ്ങയിലേക്ക് ഒരു ചെറിയ ഒരു കവർപ്പുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും. പക്ഷെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മളത് അറിയേയില്ല, മുരിങ്ങയിലാണെന്ന് പോലും അറിയില്ല. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചക്കക്കുരു ഇല്ലയെന്ന് കരുതി ആരും വിഷമിക്കേണ്ട. സവാള ഇട്ടാലും മതി. സവാള ഒരല്പം ഇട്ടിട്ട് നമ്മൾ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒരല്പം അതിൻ്റെ പുറത്തൊന്ന് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ. പക്ഷേ എങ്കിൽ ഡബിൾ ടേസ്റ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതാ 10-15 മിനിറ്റ് കൊണ്ട് ഒരു മുരിങ്ങയില ചക്കക്കുരു തോരനും മുരിങ്ങയില കറിയും എളുപ്പത്തിൽ ഉണ്ടാക്കാം.